നാസയും ഗാസയും ഒരുപോലെയാണ്. ഒരു സ്ഥലത്ത് ശാസ്ത്രത്തിന്റെ കുതിപ്പ്, മനുഷ്യത്വത്തിന്റെ കിതപ്പ്. ഫലസ്തീൻ മക്കളെ ചുട്ടരിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ ഇവിടെ ഇരുന്ന് ഇപ്പൊ പ്രസംഗിക്കുമ്പോഴും നമ്മളൊക്കെ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. ഇറച്ചിക്കഞ്ഞി നാളെ പോലെ അത്താഴം ഉണ്ടെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഫ്താറിന് ഒരു കുറവുമില്ല. നല്ല ഭക്ഷണം, നല്ല ഖിറാഅത്ത്, നല്ല കുളിര്, നല്ല AC, എല്ലാം അൽഹംദുലില്ലാ. ഫലസ്തീൻ മക്കൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്നില്ല, ഒരു ഈത്തപ്പഴം കിട്ടുന്നില്ല, ഒരു റൊട്ടി കിട്ടുന്നില്ല. അവരെന്നാലും നോമ്പ് പിടിക്കുക. നോമ്പ് പിടിച്ചിട്ട് നോമ്പ് മുറിക്കുന്നതിന് മുമ്പ് അവരുടെ മയ്യത്ത് കൊണ്ടുവന്ന് കബറടക്കുക. എത്ര കുടിച്ചിട്ടും രക്തദാഹം തീരാത്ത ഏറ്റവും വൃത്തികെട്ട ജൂത പിശാചുക്കൾ ഇന്നത്തെ രാത്രി പൊട്ടിക്കരഞ്ഞു ദ്വാരക്കടവന്റെ തലയിൽ ഇടുത്തി വീഴാൻ. വിഷമൊന്നും വേണ്ട, ഹദീസ് ഞാൻ നിരത്തി വെച്ച് തരാം. ശത്രുക്കൾക്കെതിരെ ദുആരക്കണം, ചില്ലറ ദുആയല്ല. യത്തിമത്ഫാലഹും, ഇവന്റെയൊക്കെ മക്കളെ അനാഥരാക്കണേ തമ്പുരാനെ, ഇവന്റെയൊക്കെ വീട് ഇടുത്തി വീഴ്ത്തണേ അല്ലാ, ഇവനെയൊക്കെ തീമഴ പെയ്യിപ്പിച്ച് നശിപ്പിച്ച് ചുട്ടരിക്കണേ എന്ന് ഹദീസ് നിങ്ങൾക്ക് പറയുന്ന ബുഖാരിയോ മുസ്ലിമോ അബൂദാവൂദോ നസായിയോ ഇബ്നു മാജോ നിരത്തി വെച്ച് തരാം. ഒരു ദാക്ഷിണ്യം വിചാരിക്കണ്ട. തൽക്കാലം നമ്മുടെ കാര്യമൊക്കെ മാറ്റി വെച്ചിട്ട് ഫലസ്തീൻ മക്കൾക്ക് ദുആരക്കും. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അനുഭവിക്കുന്നത്. പൊന്നുമക്കൾ പറഞ്ഞാൽ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോകും. നമുക്കത് പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റില്ല. വേദനിക്ക സഹോദരൻ. എത്ര കുടിച്ചിട്ട് ഇവനൊക്കെ ദാഹം തീരുന്നില്ല. ആലോചിച്ച് നോക്കി, നമ്മുടെ എന്ത് ചെയ്തിട്ട് നല്ലൊരു ദിവസം നോക്കിയിട്ട് പാവപ്പെട്ട മക്കളെ ചുട്ടരിക്കുകയാണ്. നമുക്കറിയില്ല ഇതിന്റെ വ്യാപ്തി എന്താണെന്ന്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് മാത്രം കാണുന്നവരാണ്. അള്ളാഹു ആ മക്കളെ സമാധാനത്തിലാക്കട്ടെ. നമുക്ക് ദുആരക്കാം, ആ നാട് ഖുദ്സ് മോചിപ്പിക്കപ്പെടണം. ഖുദ്സിന്റെ മോചനമാണ് നമുക്ക് വേണ്ടത്. അവരുടെ മോചനമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു ഈ പുണ്യരാത്രിയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു താല പാവപ്പെട്ട ഫലസ്തീന്റെ മക്കളെ സമാധാനത്തിലാക്കട്ടെ. നമുക്ക് ദുആരക്കാം. ഇല്ലെങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളല്ല സഹോദരങ്ങളെ, പടച്ചവനാണ് മുഅ്മിനീങ്ങളല്ല. നാളെ നമ്മെ തേടിയെത്തുന്ന ദുരന്തങ്ങൾ വരുമ്പോ നമുക്ക് വേണ്ടി ദുആരക്കാൻ ലോകത്തൊരു പൊന്നുമക്കൾ ഉണ്ടാവൂല. നമ്മൾ ഇന്ന് അവരെ മറന്നുപോയാൽ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന സാലിഹീങ്ങളാണ് നിങ്ങൾ. ഒരുപാട് ഇബാദത്ത് എടുക്കുന്നവരാണ് നിങ്ങൾ. ഒരുപാട് ഇബാദത്ത് എടുക്കുന്നവരാണ് നിങ്ങൾ. എനിക്കറിയും നിങ്ങൾ എല്ലാവരും വലിയ മഹാന്മാരും സാലിഹീങ്ങളുമാണ്. നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ ഫലസ്തീന്റെ മക്കളെ വിട്ടുപോകരുത്. ഈമാന്റെ ഭാഗമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, ചിന്തിക്കേ. റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനു ബിറബ്ബികും ഫആമന്നാ. അല്ലാഹുവേ, സർവ്വലോക രക്ഷിതാവായ പടച്ചവനെ, ഒരാൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ നാഥനെ കൊണ്ട് വിശ്വസിക്കൂ. ഞങ്ങൾ വിശ്വസിച്ചു തമ്പുരാനെ. ആരാ വിളിച്ചു പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ അല്ലാഹയെ കണ്ടില്ല, നമ്മൾ ആരും അഷ്റഫുൽ ഖൽഖിനെ കണ്ടില്ല, നമ്മൾ ആരും മലായികത്തുകളെ കണ്ടില്ല, നമ്മൾ ആരും ഖബർ കണ്ടില്ല, സ്വർഗ്ഗം കണ്ടില്ല, നരകം കണ്ടില്ല, സിറാത്ത് കണ്ടില്ല, ഹിസാബ് കണ്ടില്ല, ബഅസ് കണ്ടില്ല, ഒന്നും നമ്മൾ കണ്ടില്ല. എന്നിട്ട് നമ്മൾ വിശ്വസിച്ചു അല്ലാഹ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചു. എന്തുകൊണ്ട്? ഒരാൾ പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹ് ഉണ്ട്, നമ്മൾ വിശ്വസിച്ചു, കണ്ണുടച്ച് വിശ്വസിച്ചു. ഖബറുണ്ട്, നമ്മൾ വിശ്വസിച്ചു. സിറാത്തുണ്ട്, നമ്മൾ വിശ്വസിച്ചു. സ്വർഗമുണ്ട്, വിശ്വസിച്ചു. നരകമുണ്ട്, വിശ്വസിച്ചു. എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ചു. ആ ഒരു ഭാഗ്യവാന്മാരാണ് നമ്മൾ. നമ്മളെപ്പോലെ ലോകത്ത് ഭാഗ്യമുള്ള ലോകത്ത് വേറെ ആരുമില്ല സഹോദരങ്ങളെ. നമ്മളത്രയും വലിയ പവറുള്ളവരാണ്. നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ഉന്നതർ. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈമാൻ ഉണ്ടെങ്കിൽ, ഈമാൻ ഇല്ലാത്തവൻ എത്ര കോടികളുണ്ടെങ്കിലും, ഈമാൻ ഇല്ലാത്തവൻ എന്ത് അധികാരമുണ്ടെങ്കിലും ഒന്നുമില്ല, മട്ടപൂജ്യം, സീറോ. അതുകൊണ്ട് നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങളാണ് അത്യുന്നതർ. അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തു, അള്ളാഹ് നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് ഒരാൾ വിളിച്ചു പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കൂ എന്ന്, ഞങ്ങൾ വിശ്വസിച്ചു. ഒന്നാമത്തെ കാര്യം അതാണ്, ഈമാൻ. ഇനി രണ്ടാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന രണ്ട് തരം തെറ്റുകൾ. ഒന്ന്, റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ. രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യന് സംഭവിക്കും. ഒന്ന് വലിയ പാപം, രണ്ട് ചെറിയ പാപം. ഒരു വലിയ പാപം, രണ്ട് ചെറിയ പാപം. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, അല്ലാഹുവേ ഞങ്ങളുടെ വലിയ പാപങ്ങളെ നീ പുറത്തു തരണം. വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങൾ ചെയ്യുന്ന ചെറിയ പാപങ്ങളെ നീ മറച്ചു വെക്കണം. അല്ലാഹുവേ കഫിർ, നീ മറച്ചു വെക്കണം. കാഫിർ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുന്നവൻ. വയലിൽ ഇറങ്ങിയിട്ട് വിത്തെടുത്ത് ചെളി മാറ്റിയിട്ട് ചെളിക്കകത്ത് മണ്ണിനകത്ത് പൂഴ്ത്തി വെക്കുന്നവന്റെ പേര് കാഫിർ.
കാഫർ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുന്നവൻ. എനിക്ക് അല്ലാഹ് ഒരുപാട് നിഅമത്ത് തന്നു, ഞാൻ അതെല്ലാം മറച്ചു വെക്കുകയാണ്, എന്നിട്ട് പറയുന്നു എനിക്കൊന്നും തന്നില്ല, ഞാൻ കാഫറാണ്. കാഫർ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുന്നവൻ. കയ്യിലൊരു സാധനം ഇരുന്നു, ആരും കാണാതെ ഒളിച്ചു വെച്ചു, കാഫർ അവന്റെ അറബിയിൽ പദം. അപ്പൊ കാഫർ കാഫർ എന്ന് നോക്കിയപ്പോ എന്തോ ഒരു വലിയ സംഭവം ആരും കരുതണ്ട. മറച്ചു വെക്കുന്നവൻ, അല്ലാഹ് തന്ന നിഅമത്തുകളെ മറച്ചു വെച്ചിട്ട് നന്ദികേട് കാണിക്കുന്നവൻ. ആ അർത്ഥമാണ് ഇസ്തിലാഹിയായിട്ട് സാങ്കേതികമായി കാഫർ എന്ന് പറയുന്നത്. അല്ലാഹുവേ നീ കാഫിറാകണം, കഫിർ, നീ കാഫിറാകണം. എങ്ങനെ? അൻസയ്യാത്തിന, എന്റെ പാപങ്ങൾ മറച്ചു വെക്കണം, എന്റെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കരുത്. ഭർത്താവ് ചെയ്യുന്ന പാപങ്ങൾ ഭാര്യമാർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര ഭാര്യമാര് ഭർത്താക്കന്മാരെ കൂടെ ഉണ്ടാവും? ഭാര്യമാര് ചെയ്യുന്ന പാപങ്ങൾ ഭർത്താവ് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര ഡിവോഴ്സ് നടക്കും? വാപ്പയും ഉമ്മയും ചെയ്യുന്ന തെറ്റുകളും മക്കളെ അല്ലാഹ് അറിയിച്ചിരുന്നെങ്കിൽ എത്ര വാപ്പയും ഉമ്മയും വാപ്പ ഉമ്മ എന്ന് മക്കൾ വിളിക്കും? എത്ര മക്കൾ ചെയ്യുന്ന തെറ്റുകൾ വാപ്പയും ഉമ്മയും കണ്ടിരുന്നെങ്കിൽ വീട്ടിൽ നിങ്ങളെ കിടത്തി ഉറക്കും? എത്ര മൗമൂമിങ്ങൾ ഇമാമിങ്ങളുടെ തെറ്റുകൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഇമാമാണ്, ആലിമുൽ അല്ലാമ ഖാദി ഖുലാത്തിയാണെന്ന് പറഞ്ഞ് നിർത്തും? എത്ര കമ്മിറ്റിക്കാരുടെ തെറ്റുകൾ ഇമാമ കണ്ടിരുന്നെങ്കിൽ ഇവന്റെ കൂടെ ഞങ്ങൾ നിൽക്കുമെന്ന് പറയാൻ ആർക്ക് പറ്റും? ഏത് മൗമൂമിന്, ഏത് ഇമാമിന് ഉൾക്കൊള്ളാൻ പറ്റും? അല്ലാഹു മറച്ചു വെക്കാൻ, ആരെയും കാണിക്കാതെ കഫിർ അന്നാ സയ്യാത്തിന, പടച്ചവനെ ഞങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ നീ മറച്ചു വെക്കണം. അല്ലാഹ് മറച്ചു വെച്ചിരിക്കും, ആർക്കും കാണിച്ചു കൊടുക്കൂല. നാളെ ആഖിറത്തിൽ അല്ലാഹു പറയണം, കാതിൽ വന്നിട്ട് കിന്നാരം, എന്താ ദുനിയാവിൽ ഞാൻ ഇതൊക്കെ മറച്ചു വെച്ചു, ഇവിടെയും ഞാൻ മറച്ചു വെക്കാൻ. അതിന് നമ്മൾ മറ്റാരുടെ ന്യൂനതയും പറയാതിരുന്നാൽ മതി. നമ്മൾ ആരുടെ ന്യൂനതയും പറഞ്ഞു നടക്കരുത്. എങ്കിൽ നമ്മുടെ ന്യൂനത അല്ലാഹു മറച്ചു വെക്കും. അതാണ് ദുആയിൽ രണ്ടാമത്തെ കാര്യം. ഒന്ന് ഈമാൻ, രണ്ടാമത്തേത് പടച്ചോനെ എന്റെ വലിയ പാപങ്ങൾ പൊറുക്കുകയും എന്റെ ചെറിയ പാപങ്ങളെ മറച്ചു വെക്കുകയും ചെയ്യണേ തമ്പുരാനെ. ഇനി മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്, അതാ വതവഫനാ മഅൽ അബ്റാർ. പടച്ചവനെ ഞങ്ങളെ പുണ്യവാന്മാരായി നീ മരിപ്പിക്കണേ അല്ലാ, പുണ്യവാന്മാരായി മരിപ്പിക്കണേ അല്ലാ. 6 സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞ ഒരു വലിയ വിഭാഗമാണ് അബ്റാർ. അബ്റാർ വതവഫനാ മഅൽ അബ്റാർ, മരിക്കുന്നെങ്കിൽ അബ്റാറായിട്ട് മരിക്കണം. അബ്റാർ എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാർ. എന്താ പുണ്യം? വാബിസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, നബിയെ എന്താണ് ബിർറ്? അബ്റാർ ബിർറിന്റെ ജമ്മാണ് അബ്റാർ, ബഹുവചനം. എന്താണ് പുണ്യവാന്മാർ? എന്താണ് പുണ്യം? ഈ 5 വിരലുകൾ വാബിസ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഇസ്തഫ്തി ഖൽബക യാ വാബിസ, എന്നോടല്ല ചോദിക്കേണ്ടത്, നിന്നോട് ചോദിക്കുന്ന തെറ്റെന്ന്. തെറ്റ് തീരുമാനിക്കേണ്ടത് ആരാണ്? സ്വന്തം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു സംതൃപ്തി വന്നാൽ അത് നന്മ, അസംതൃപ്തിയാണെങ്കിൽ അത് തിന്മ. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഈ പള്ളിക്കകത്തിരുന്ന് തറാവീഹ് കഴിഞ്ഞ് നമ്മൾ അൽഹംദുലില്ലാ ഒരു നസീഹത്തൊക്കെ കേട്ട് അത്യാവശ്യമുള്ളവരൊക്കെ പോയി, അത്യാവശ്യം ഇല്ലാത്തവരൊക്കെ ഇരുന്നു. നിങ്ങൾ ആവശ്യമുള്ളവരാണ്. 3 സൈസാണ്: ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. അത്യാവശ്യമുള്ളവർ പോയി, ആവശ്യം നിങ്ങൾ വെറുതെ സമയം ഒരുപാട് കിടക്കണ ആളുകളൊന്നും അല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ട്, പക്ഷെ അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കുന്നത്. അത്യാവശ്യമുള്ളവർ പോയി, ആവശ്യമുള്ള നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ഈ തറാവീഹ് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ മനസ്സിനൊരു സംതൃപ്തിയാണ്. നേരെ മറിച്ച് തിയേറ്ററിൽ നിന്നാണ് ഇറങ്ങിപ്പോയെങ്കിലോ, കള്ള് ഷാപ്പിൽ നിന്നാണ് ഇറങ്ങിപ്പോയെങ്കിലോ, വ്യഭിചാരശാലയിൽ നിന്നാണ് ഇറങ്ങിപ്പോയെങ്കിലോ ഒരു കുറ്റം, ഒരു നീറ്റല്. അതാണ് തെറ്റ്. ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കാൻ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചു, പച്ചവെള്ളം, ഒരു അസംതൃപ്തി നമുക്കില്ല. ആര് കണ്ടാലും പ്രശ്നമല്ല. നേരെ മറിച്ച് ഒരു കുപ്പി കള്ളാണ് നമ്മൾ കുടിക്കുന്നെങ്കിലോ ആരെങ്കിലും കാണുവോ, ആരെങ്കിലും അറിയോ, ഒരു അസംതൃപ്തി മനസ്സിലുണ്ട്. അത് തെറ്റാണ്. സ്വന്തം ഭാര്യയുടെ കൈ പിടിച്ചിട്ട് ലോകത്ത് എവിടെ വേണോ പോകാം. ആര് കണ്ടാലെന്താണ്? കാരണം എന്താ? എന്റെ മഹർ കൊടുത്ത ഭാര്യ. ആരാന്റെ ഭാര്യയുടെ കൈ പിടിച്ചു പോയാൽ ഇനി അവളുടെ വാപ്പ കാണോ, അവളുടെ ഭർത്താവ് കാണോ, അവളുടെ ബന്ധുക്കൾ കാണോ, മനസ്സിനത്ര അങ്കലാപ്പ്. അത് തെറ്റാണ്. അതുകൊണ്ട് എന്നോടല്ല ചോദിക്കേണ്ടത്, ഇസ്തഫ്തി ഖൽബക യാ വാബിസ, നിന്റെ നെഞ്ചകത്തോട് ചോദിക്കേ, എന്താ നന്മ, എന്താ തിന്മയെന്ന്. നിന്റെ ചെയ്തികളിൽ നിനക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ അത് നന്മ, അസംതൃപ്തിയാണെങ്കിൽ അത് തിന്മ. അപ്പൊ നമുക്ക് ചെയ്ത് തീരുമ്പോ സംതൃപ്തി ഉണ്ടാകണം. ഏത് വിഷയത്തിലും. അങ്ങനെ നമ്മൾ ഒരുപാട് പുണ്യം ചെയ്താൽ നമ്മൾ അബ്റാരിയങ്ങളിൽ പെടും. അങ്ങനെ അബ്റാരിയങ്ങളിൽ പെട്ട് മരിക്കനാല് ഏറ്റവും ഉത്തമമായ മരണം എന്നുള്ള ദുആയാണ് മൂന്നാമത്തെ
ഘടകം. റബ്ബനാ ഇന്നനാ സമീഅനാ മുനാദിയാ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. സൂറത്ത് ആലി ഇംറാന്റെ ദുആയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പഠിച്ചോളി. 3 കാര്യങ്ങൾ: 1 ഈമാൻ, 2 ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ, 3 മരണം. ഇത് 3ഉം കൂടി അല്ലാഹു തആല സംഗമിപ്പിച്ച ഒരു ദുആയാണ്. ആ ദുആ അല്ലാഹു നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫലസ്തീനിലെ പാവപ്പെട്ട പൊന്നുമക്കൾ പൊട്ടിത്തെറിക്കാൻ. നോമ്പുകാരായ പൊന്നുമക്കൾ ചിറകിലേക്ക് ചേർത്ത് വെക്കുന്ന തള്ളക്കോഴിയുടെ അതേ ഗൗരവത്തോടെ ഉമ്മമാര് തങ്ങളുടെ പൊന്നുമക്കളെ ചേർത്ത് തങ്ങളുടെ വയറ്റിലേക്ക് ചേർത്ത് വെക്കുമ്പോ ബോംബ് വർഷിച്ചിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മയും മക്കളും പൊട്ടിത്തെറിച്ചു പോകുന്ന ഏറ്റവും ഗുരുതരമായ ഒരവസ്ഥ ഫലസ്തീനിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ജുമയ്ക്ക് മുമ്പ് പല ഉസ്താദുമാരുമായി ബന്ധപ്പെട്ടു. 5 വഖത്ത് നിസ്കാരത്തിലും ഖുനൂത്ത് ഓതേണ്ട സമയമാണിത്. ഇനി എന്നാ നമ്മൾ ഓതുക? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ ഖുനൂത്ത് ഓതുക? നാസിലത്തിന്റെ ഖുനൂത്ത് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിൽ എമ്പാടുമുണ്ട്. സഹോദരങ്ങളെ, 5 നേരത്തെ നമസ്കാരത്തിൽ സുബഹിക്ക് മാത്രമല്ല 5 നേരത്തെ നമസ്കാരങ്ങളിൽ ഖുനൂത്ത് ഓതിയിട്ട് ഈ ഫലസ്തീൻ മക്കളെ ചുട്ടരിക്കുന്ന കാമ കശ്മലന്മാരായ അവിടത്തെ ക്രൂരന്മാരായ രാക്ഷസന്മാരായ വെള്ളക്കാരെ അള്ളാഹു തീമഴ പെയ്യിപ്പിച്ചിട്ട് കഠിനമായ പരീക്ഷണം കൊടുത്തിട്ട് അള്ളാഹു താല ഈ ദുനിയാവിൽ തന്നെ എന്നേക്കുമായി നശിപ്പിക്കുന്നതിന് വേണ്ടി ദുആരക്കേണ്ട സമയം അവസാന നിമിഷമാണ്. ഈ റമളാൻ മാസത്തിൽ പോലും ദയയില്ലാതെ ദാഹിച്ച് രക്തം കുടിച്ചിട്ടും ദാഹം തീരാത്ത ഒരുപാട് ആളുകൾ, പ്രിയപ്പെട്ടവരെ, സങ്കടം തോന്നിപ്പോവുക. അവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അള്ളാഹു നമുക്ക് എത്ര സൗഭാഗ്യം തന്നു. ദൃഷ്ടാന്തമാകുന്ന ഖുർആനിനെ അള്ളാഹു തആല ഈ റമളാനിൽ അവതരിപ്പിച്ചതിലൂടെ അള്ളാഹു നമ്മളിൽ നിന്ന് തിരിച്ചാവശ്യപ്പെട്ടത് ഉബൂദിയത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായ വ്രതം. എന്താണ് ഈ ഉബൂദിയത്ത്? നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചാലും മനസ്സിലാവും. നമ്മൾ ഏറ്റവും കൂടുതൽ വിശക്കുന്ന സമയം ഏതാണ്? മനുഷ്യ സഹജമായി ഒരാൾക്ക് വിശപ്പുണ്ടാകുന്നത് എപ്പോഴാണ്? രാവിലെയാണോ, രാത്രിയാണോ, ഉച്ചക്കാണോ? ഉച്ചക്കല്ലേ? ഉച്ചക്കാണ്. എല്ലാവരും വിശന്ന് വല്ലാതെ ഒരു ഞെരിപിരി കൊള്ളുന്ന സമയം ഉച്ചക്കാണ്. അള്ളാഹു അനുവദിച്ചതും അനുവദിക്കാത്തതുമായ ഭക്ഷണമുണ്ട് ഈ ലോകത്ത്. അള്ളാഹ് അനുവദിച്ച ഭക്ഷണമാണ് നമ്മൾ ഇന്ന് വരെ കഴിച്ചിട്ടുള്ളത്. ആ ഭക്ഷണത്തോട് അല്ലാഹു തആല പറഞ്ഞു തൊട്ടുപോകരുത്. എപ്പോ? വിശന്ന് കാളി ആമാശയം വല്ലതും കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ പഴയ അംബാസഡർ കാറിന്റെ റേഡിയേറ്റർ തിളച്ചു മറിയുന്നത് പോലെ കുടലിങ്ങനെ കത്തിക്കരിയുന്ന സമയത്ത് അല്ലാഹ് പറഞ്ഞു തൊട്ടുപോകരുത് നീ. ഒരു മനുഷ്യനെ വല്ലാതെ ദാഹിക്കുന്നതും ഈ സമയത്താണ്. ഈ സമയം കഴിഞ്ഞു കടന്നാൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ഈ സമയത്ത് നല്ല ശീതള പാനീയം നമ്മുടെ വീട്ടിലുള്ളപ്പോ അനുവദിച്ചതും അനുവദിക്കാത്തതും ഉണ്ട്. അനുവദിക്കാത്തത് മദ്യമാണ്, അനുവദിച്ചത് അള്ളാഹു തന്ന മറ്റുള്ള പാനീയങ്ങളാണ്. ആ അനുവദനീയമായ പാനീയങ്ങൾ എടുക്കാൻ വരുന്ന ഒരുത്തനോട് അള്ളാഹ് പറഞ്ഞു തൊട്ടുപോകരുത്, തൊണ്ട നനയ്ക്കാൻ പാടില്ല. അള്ളാഹ് അനുവദിച്ച ഭാര്യമാർ പെണ്ണുങ്ങളുമുണ്ട്, അനുവദിക്കാത്ത സ്ത്രീകളുമുണ്ട്. അള്ളാഹ് അനുവദിച്ചത് നമ്മുടെ ഭാര്യമാരാണ്. ആ അനുവദനീയമായ ഭാര്യമാര് നമ്മുടെ വീട്ടിൽ എന്തിനും ഏതിനും അള്ളാഹു ഹലാലാക്കി തന്ന ഭാര്യ അടുത്ത് നിൽക്കുമ്പോ അള്ളാഹ് പറഞ്ഞു 11 മാസക്കാലം നീ യഥേഷ്ടം നിന്റെ ഭാര്യയോട് നിന്റെ ശാരീരികമായ പൈതാകം തീർക്കാൻ വേണ്ടി സമീപിച്ചല്ലോ. എന്ന ഈ ഒരു മാസക്കാലം ശഅബാനിന്റെ റമളാനിന്റെ പിറകണ്ട് ശവ്വാലിന്റെ പിറകാണെന്നത് വരെ പകല് നേരം നിന്റെ ഭാര്യ തുടരുത് വികാരത്തോടുകൂടി എന്ന് പറഞ്ഞപ്പോ നമ്മളത് മാറ്റിവെച്ചു. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന എപ്പോഴാണ്? ഭക്ഷണം കഴിക്കൽ സുന്നത്താക്കിയത് എപ്പോഴാണ്? ഇടയത്താഴം. ആ സമയം നമുക്കറിയാലോ, ഒരുമാതിരി അനസ്തേഷ്യ കൊടുത്ത ആളിനെ പോലെ നമ്മൾ അത്താഴം കഴിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്വബോധത്തോടു കൂടിയിട്ടൊന്നും അല്ല നമ്മളൊന്നും കഴിക്കുന്നത്. ഒരു തരം അനസ്തേഷ്യ പിടിച്ച ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന രോഗിയെ അനസ്തേഷ്യ കൊടുത്തു കൊണ്ടുപോകും പോലെയാണ് ബെഡ്റൂമിൽ നിന്ന് കിച്ചണിലേക്ക് ഭാര്യ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പോകുന്നത്. ഒരു തരം മയക്കത്തിലാണ് പോകുന്നത്. ആ സമയത്ത് ആരെങ്കിലും ആഹാരം കഴിക്കാൻ കൊതിക്കുവോ? ഒരാളും ആഗ്രഹിക്കൂല ആ സമയത്ത് വല്ലതും കഴിക്കണമെന്ന്. എവിടെയെങ്കിലും ചുരുണ്ടൂടി കിടക്കണമെന്നേ ആഗ്രഹിക്കുള്ളൂ. ആ സമയത്ത് കഴിക്കാൻ പറഞ്ഞു.
ഒന്ന് നോക്കിയേ നിങ്ങൾ. ഒരു മനുഷ്യന് തീരെ ആഗ്രഹമില്ലാത്ത സമയത്ത് കഴിക്കാനും ഏറ്റവും കൂടുതൽ ശാരീരികമായി ഭക്ഷണം കഴിക്കണമെന്ന് കൊതിക്കുന്ന സമയത്ത് അരുത് എന്ന് പറഞ്ഞു പടച്ച തമ്പുരാൻ. അതനുസരിച്ച് നമ്മള് അള്ളാന്റെ അബുദാണെന്ന് സമ്മതിച്ചില്ലേ? അള്ളാഹുവേ, ഞങ്ങൾക്ക് പൈസ ഇഷ്ടം പോലെ ഉണ്ട്, എന്ത് വിചാരിച്ചാലും ഇപ്പൊ ഒരു കോള് ചെയ്താൽ മതി. ഏത് ഒട്ടകത്തിന്റെ ഇറച്ചി മുതൽ ഇങ്ങേ അറ്റം ഏത് ഇറച്ചി വേണമെങ്കിലും എന്റെ തീൻമേശയിലെത്തും. പരിചാരകരുണ്ട്, ഖാദിമീങ്ങളുണ്ട്, സർവന്റ് ഉണ്ട്. പാത്രം കഴുകണ്ട, ചെന്നിങ്ങനെ ഇരുന്നു കൊടുത്താൽ മതി, എല്ലാം മുന്നിലുണ്ട്. എന്നാ പോലും പടച്ചോനെ നീ പറഞ്ഞു പകല് കഴിക്കരുതെന്ന്, ഞാൻ കഴിക്കുന്നില്ല. എന്നാ ഉറക്കച്ചടവില് ഒരുമാതിരി മയക്കത്തില് എന്നോട് കഴിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ടെങ്കിൽ പോലും അള്ളാഹുവെ നിന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് സുന്നത്താക്കിയത് കൊണ്ട് തന്നെ ഞാൻ കഴിക്കുന്നത്, ആ അത്താഴം കഴിക്കുന്നത് ഞാൻ അബുദാണ്, കേവലം ഒരു അടിമയാണ്, ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ട ദാസനാണ്, ഒരു അടിമയാണെന്ന് ഞാൻ സമ്മതിക്കുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് നോമ്പ്. വേറെ ഒരു ഇബാദത്തിലും ഇങ്ങനെ ഇല്ല, വേറെ ഒരു ഇബാദത്തിലും ഇങ്ങനെ കാണാൻ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റുബൂബിയത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായ ഖുർആനിനെ അവതരിപ്പിച്ചിട്ട് അല്ലാഹ് പറഞ്ഞു, ഉബൂദിയത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാകുന്ന നോമ്പ് നിങ്ങൾ പിടിച്ചു കാണിക്കും. അവിടെ നിങ്ങോട്ട് റുബൂബിയത്ത്, ഇവിടെ നിങ്ങോട്ട് ഉബൂദിയത്ത്. ഈ റുബൂബിയത്തിന്റെയും ഉബൂദിയത്തിന്റെയും അഥവാ റബ്ബാണ്, സംരക്ഷകനാണെന്ന് അള്ളാഹു സമ്മതിപ്പിക്കാൻ വേണ്ടി ഈ ലോകത്ത് കൊടുത്ത വിശുദ്ധ ഖുർആനിനെ ഇറക്കിയതും ഒരു മനുഷ്യൻ കേവലം ഒരു അടിമയാണ് എന്ന് അറിയിക്കുന്ന നോമ്പ് നിർബന്ധമാക്കിയതും ഈ പുണ്യ റമളാനിലാണെങ്കിൽ റുബൂബിയത്തിന്റെയും ഉബൂദിയത്തിന്റെയും വലിയ ഒരു സംഗമ വേദികയായി പുണ്യ റമളാൻ, ആ റമളാനിന്റെ 19 അരയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇനി കുറഞ്ഞ മണിക്കൂറുകൾ കഴിയുമ്പോൾ 20 പൂർത്തിയായി. അതുകൊണ്ട് നമ്മൾ ചെറിയ ആളുകളല്ല. സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു അടിമ ആരാണ് എന്ന് പറയുന്നതാണെന്നറിയോ? ഞാൻ പള്ളിയിലെ ഇമാമാണ് എന്ന് പറയുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം ഞാൻ പള്ളിയുടെ പ്രസിഡന്റ് ആണ്, ഞാൻ പള്ളിയുടെ സെക്രട്ടറിയാണ്, ഞാൻ 1555 മഹല്ലത്തിന്റെ ഖാദിയാണ്, ഞാൻ ഒരു സമൂഹം മുഴുവനും ആദരിക്കുന്ന ഒരു വലിയ ആലിമാണ്, ഞാൻ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ്, ഒരു വലിയ സർവകലാശാലയുടെ പ്രൊഫസറാണ്, പ്രിൻസിപ്പളാണ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഞാനൊരു തങ്ങളാണ് എന്ന് പറയുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം എന്താണെന്നറിയോ? ഏതാ? ഞാനൊരു സയ്യിദാണ്, ഞാനൊരു സയ്യിദാണ്, ഞാനൊരു തങ്ങളാണ് എന്ന് പറയുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം ഞാനൊരു പള്ളിയിലെ ഇമാമാണ്, നിന്റെ വീടിന്റെ പരിചാരകനാണ് ഞാൻ എന്ന് പറയുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം അടിമയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു അബുദാണ് എന്ന് പറയലാണ്, ഞാനൊരു അടിമയാണ് എന്ന് പറയലാണ്. വെറുതെ പറയുന്നതല്ല. 2 ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കാം. അള്ളാന്റെ ഹബീബിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി അള്ളാഹു നൽകിയ 2 നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അള്ളാന്റെ ഹബീബിന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ 2 ദൃഷ്ടാന്തങ്ങൾ ഏതൊക്കെയാണ്? വിരലുകളുടെ ഇടയിൽ നിന്ന് വെള്ളം പ്രവഹിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മലമൂത്ര വിസർജനം ഭൂമി വിഴുങ്ങുന്നുണ്ട്. റസൂലുള്ളാഹിന് നിഴലില്ല. അള്ളാന്റെ ഹബീബിന് മുമ്പ് കാണുന്നത് പോലെ, മുന്നിൽ കാണുന്നത് പോലെ പിന്നിലും കാണാനുള്ള കഴിവല്ല കൊടുത്തു. 10 പ്രത്യേകതകൾ അഷ്റഫുൽ ഖൽഖിന് അല്ലാഹുവിന്റെ ഹബീബിന് അള്ളാഹു കൊടുത്തത്. അത് മറ്റൊരവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്നുമല്ല അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽ 1 പരിശുദ്ധ ഖുർആൻ, 2 ഇസ്രാ. യാത്രി പോയില്ലേ? നിശാപ്രയാണവും വാനാരോഹണവും നടത്തിയ ഇന്ന് ജൂത രാക്ഷസന്മാര്, ലോകം കണ്ട ഏറ്റവും വലിയ ടെററിസ്റ്റുകളായ, ലോകം കണ്ട ഏറ്റവും വലിയ ശവം തീനികളായ, ലോകം കണ്ട ഏറ്റവും വലിയ വൃത്തികെട്ട ജന്തുക്കളായ ജൂത പിശാചുക്കൾ ഇന്ന് പാവപ്പെട്ട പലസ്തീന്റെ പൊന്നുമക്കളെ ഈ പരിശുദ്ധ റമളാനിൽ പോലും വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ, ആ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പെടഞ്ഞു വീടുന്ന പലസ്തീൻ മക്കളുടെ, പാവപ്പെട്ട ആ പൊന്നുമക്കളുടെ വിശുദ്ധ ദേവാലയമായ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ്, ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മുഖദ്ദസിലേക്ക് മസ്ജിദുൽ ഹറമിൽ നിന്ന് യാത്ര ആരംഭിച്ച് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ആകാശാരോഹണം, വാനാരോഹണം നടത്തിയ ആ സുന്ദരമായ ഇസ്രാഉം മിഅ്റാജും നടന്നത് അള്ളാന്റെ ഹബീബിന് അള്ളാഹ് കൊടുത്ത ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ഇന്ന് എല്ലാ ആളുകളും ഫേസ്ബുക്കിൽ അവരുടെ വാളുകളിൽ നിറഞ്ഞു
നിൽക്കുന്നത് സുനിത വില്യംസിന്റെ കാര്യമാണ്. നല്ലതാണ്, അത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഖുർആൻ ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സുനിത വില്യംസ് പോയിട്ട് തിരിച്ചു വന്നതിൽ അത്ഭുതമായിട്ട് തോന്നുന്നില്ല. കാരണം എന്താ? അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് അവിടെന്നും പോയി മനുഷ്യന്റെ കാൽക്കുലേഷനുകൾക്കപ്പുറത്ത്, മനുഷ്യന്റെ എല്ലാ ദൃഷ്ടികൾക്കും അപ്പുറത്ത് എത്രത്തോളം ഒരു മലക്ക്, പ്രകാശത്തിന്റെ പ്രോജ്വലതയിൽ സൃഷ്ടിക്കപ്പെട്ട മലക്കിന് പോലും കടന്നു പോകാൻ കഴിയാത്ത സ്ഥലത്ത് എന്റെയും നിങ്ങളുടെയും നേതാവ് കടന്നുപോയി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തീരുമാന പ്രകാരം 9 മാസം എടുത്തില്ല, 7 ദിവസത്തേക്ക് പോയി. 9 മാസക്കാലം സാങ്കേതിക തകരാറ് മൂലം എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ കഴിയേണ്ടി വന്ന സുനിത വില്യംസിന് യാതൊരു സാങ്കേതിക തകരാറുമില്ലാതെ യാത്ര ചെയ്ത ബുറാഖ് എന്ന പേടകത്തെ പോലും മാറ്റിവെച്ചിട്ട് കൊണ്ടുപോയ സാഹിബുൽ ബുറാഖ് എന്നറിയപ്പെടുന്ന സയ്യിദുനാ ജിബ്രീലിനെ മാറ്റി നിർത്തിയിട്ട് ആർക്കും കടന്നു പോകാൻ കഴിയാത്ത സപ്തമാനങ്ങളും പാണ്ടി മഖാമു ശരീഫുൽ അഖ്ലാമും കഴിഞ്ഞ് റഫ്റഫും കഴിഞ്ഞ് സിദ്റത്തുൽ മുൻതഹയും കഴിഞ്ഞിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സബിദത്തിലേക്ക് ചെന്ന് ഖാബ ഖൗസൈനിയുടെ ബന്ധം സ്ഥാപിച്ച് തിരിച്ചു വന്ന ഏറ്റവും വലിയ ദൃഷ്ടാന്തം ആ ഇസ്രാ മിഅ്റാജ് മുത്തുനബിക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ്. ആ സമ്മാനം കൊടുക്കുമ്പോ അള്ളാന്റെ ഹബീബിനെ എന്ത് വിളിച്ചിട്ടാ കൊടുക്കേണ്ടത്? നമ്മളെ ഭാര്യയ്ക്ക് ഒരു സമ്മാനം വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോ ഭാര്യ ഏറ്റവും വിലപിടിപ്പുള്ള 1 കിലോ പഞ്ചസാര വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോഴോ 1/2 കിലോ ഉപ്പ് വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോഴോ നമ്മളാരും തേനും പാലും ഒന്നും വിളിക്കാറില്ല. അതൊക്കെ സർവ്വസാധാരണയായി ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഒരു 10 പവൻ വാങ്ങിക്കൊടുക്കുമ്പോ, അല്ലെങ്കിൽ 10 പവൻ വാങ്ങിക്കൊടുക്കുന്ന സന്ദർഭത്തില് ഭാര്യയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷയില്ലാതിരുന്ന ആ 10 പവൻ കിട്ടുമ്പോ ഭാര്യ എത്ര മനോഹരമായിട്ടായിരിക്കും നമ്മളെ ചേർത്ത് ഓമന പേര് കൊണ്ട് വിളിക്കുക. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അള്ളാഹു ഖുർആൻ കൊടുത്തപ്പോഴും ഇസ്രാ മിഅ്റാജ് കൊടുത്തപ്പോഴും അള്ളാഹു തആല പറയേണ്ട വാക്ക് എന്റെ പ്രിയപ്പെട്ട ഹബീബേ, എന്റെ പ്രിയപ്പെട്ട ഖലീലേ, എന്റെ പ്രിയപ്പെട്ട സ്വാഹിബേ, എന്റെ പ്രിയപ്പെട്ട നബിയെ, എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ എന്നല്ലേ അല്ല വിളിക്കേണ്ടത്. അതൊന്നും അല്ല വിളിച്ചില്ല. ഖുർആൻ കൊടുത്തപ്പോൾ അള്ളാഹു നബി തങ്ങളെ വിളിച്ചത് അള്ളാഹു ഈ അടിമകളിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന മനോഹരമായ വാക്കുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ആ പടച്ചവനാണ് പൊന്നാന നബി തങ്ങൾക്ക് ഖുർആൻ എന്ന വേദഗ്രന്ഥം കൊടുത്തത്. ആ പ്രവാചകൻ എന്ന വാക്ക് അവിടെ ഉച്ചരിക്കാതെ അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി അല്ല പറഞ്ഞ വാക്ക് അലാ അബ്ദിഹി, തന്റെ ദാസൻ, അടിമ, തന്റെ ദാസൻ. ഇനി ഇസ്രായിന്റെ കഥ എടുക്ക്. ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ? 10,000 സുനിത വില്യംസിന് പോകാൻ പറ്റുമോ? 1 കോടി കൽപ്പന ചൗളയ്ക്ക് പോകാൻ പറ്റുമോ? 1,00,000 യുറികാരികരിന് പോകാൻ പറ്റുമോ? ഇവർക്കൊന്നും പോകാൻ പറ്റാത്ത അത്രയും വലിയ വിശാലമായ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് പോയ ഹബീബായി നബി തങ്ങളെ പരിചയപ്പെടുത്തുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. എന്റെ ഹബീബിനെ ഞാൻ കൊണ്ടുപോയെന്നല്ല, എന്റെ മുത്തിനെ ഞാൻ കൊണ്ടുപോയെന്നല്ല, എന്റെ ഞാനല്ലാത്ത എല്ലാത്തിന്റെയും സൃഷ്ടിപ്പിന് കാരണക്കാരായ എന്റെ ഹബീബിനെ ഞാൻ കൊണ്ടുപോയെന്നല്ല പറഞ്ഞത്. സുബ്ഹാൻ, എത്ര പരിശുദ്ധൻ അല്ലാഹ്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി. ആ നബിതൻ, ആ അടിമയെ, ആ ദാസനെ, ആ അടിമയെ അള്ളാഹുവാണ് നിശാപ്രയാണം നടത്തിയത്. അപ്പൊ ഇസ്രാ മിഅ്റാജിന്റെയും ഖുർആനിന്റെയും കഥ പറഞ്ഞപ്പോ അള്ളാഹു തആല പറഞ്ഞ വാക്ക് അബ്ദ് അബ്ദ് എന്ന. കാരണം എന്താ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം നമ്മൾ അബ്ദ് എന്ന് തെളിയിച്ചു കൊടുക്കലാണ്. മുത്തു നബിക്ക് പോലും അതാണ് അള്ളാഹ് ഇഷ്ടപ്പെട്ടത്, അതാണ് ഇഷ്ടപ്പെട്ടത്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം മുഹമ്മദ് തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ ജിബ്രീലും നബിതങ്ങളും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ, ആ സന്ദർഭത്തിലാണ് ഒരു മുകളിലോട്ട് ജിബ്രീൽ ഇങ്ങനെ നോക്കുകയാണ്. ശ്രദ്ധിക്കണം, ഇമാം മുഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഹാബി അബൂ ഹുറൈറയാണ്. നബിയും ജിബ്രീൽ അലൈഹിസ്സലാമും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നബിയുടെ മുഖത്ത് നിന്ന്, അള്ളാന്റെ ഹബീബിന്റെ മുഖത്ത് നിന്ന് കണ്ണു മാറ്റാൻ ജിബ്രീലിന് കഴിയോ? എന്തൊരു സൗന്ദര്യമായത്! പക്ഷെ കണ്ണിങ്ങനെ മേപ്പോട്ട് നോക്കി.
അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്താ ജിബ്രീൽ മുകളിലോട്ട് നോക്കുന്നത്? അവൻ പറഞ്ഞു, ഹാദാ മലക്കുൻ യൻസിൽ, ഇതാ ഒരു മലക്ക് ഇറങ്ങാൻ, ഒരു മലക്ക് വരികയാണ്. എന്നിട്ട് ആ മലക്കിന്റെ വിശേഷണം പറഞ്ഞ എന്താണെന്നറിയോ? ആ മലക്കിനെ സൃഷ്ടിച്ച നാൾ മുതൽ ഇന്ന് വരെ ഈ ഭൂമിയിലേക്ക് വന്നിട്ടില്ല. മലക്കിനെ അള്ളാഹു സൃഷ്ടിച്ച നാൾ മുതൽ ഈ സെക്കൻഡ് വരെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. ആ മലക്കിതാ വരികയാണ്, എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി വരികയാണ് എന്ന് പറഞ്ഞിട്ട് ലീഡറായ ജിബ്രീൽ തന്റെ ഖാദിമായ, തന്റെ മഅ്മൂമായ ഒരു മലക്കിറങ്ങി വരുന്ന വിവരം അഷ്റഫുൽ ഖൽക്കിനെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാന്റെ റസൂൽ ഇങ്ങനെ തയ്യാറായിരുന്നു, എന്താപ്പാ ഈ മലക്ക് ഇപ്പൊ വരാൻ കാരണം? അള്ള പടച്ചിട്ട് ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ലല്ലോ, ഇപ്പൊ എന്തിനാ അങ്ങോട്ട് വരുന്നത്? വന്ന നേരെ അള്ളാന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഇരുന്നിട്ട് പറയുകയാണ്, അർസലനീ ഇലൈക റബ്ബുക, അള്ളാന്റെ ഹബീബേ, അള്ള എന്നെ നിങ്ങളുടെ അടുത്ത് വരാൻ പറഞ്ഞു വിട്ടു. നബി തങ്ങൾ ചോദിച്ചു, എന്താ പ്രത്യേകിച്ച് വല്ല വിവരവും തരാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ വിവരം കൈമാറുന്ന ജിബ്രീലല്ലേ ഇരിക്കുന്നത്, ഒരു പുതിയ വിവരവുമായിട്ട് വരാൻ ജിബ്രീലിനെയല്ലേ അള്ള ഏൽപ്പിക്കുന്നത്. എന്താ നിങ്ങൾ വരാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ ആ മലക്ക് പറഞ്ഞ വാക്കെന്തെന്നറിയോ? അഫമുൽകൻ നബിയൻ അജ്അലുക ഔ അബ്ദർ റസൂലാ, അള്ളാഹു എന്നെ പറഞ്ഞു വിട്ടു നബിയേ, എന്നിട്ട് അങ്ങയോട് ചോദിക്കാൻ പറഞ്ഞു, അഫമുൽകൻ നബിയ്യ അജ്അലുക ഔ അബ്ദർ റസൂലാ, നിങ്ങൾക്ക് ഒരു എളിയ ദാസനായ റസൂലാകണോ, അതല്ല ഒരു വലിയ നബിയായ രാജാവാകണോ? ചോദിച്ച ചോദ്യം ഇതാണ്. മുസ്നദ് അഹമ്മദിൽ കാണാം, ആ സമയത്ത് എന്ത് മറുപടി പറയണമെന്നറിയാതെ മുത്തു നബിയുടെ നെറ്റിത്തടം വിയർക്കുമ്പോ ജിബ്രീൽ പറഞ്ഞു, തവാല യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് വിനയം കാണിക്കണം. ആ സമയത്ത് മുത്തു നബി ഉടനെ വന്ന മലക്കിനോട് പറയുന്നു, ബൽ അബ്ദർ റസൂലാ, എനിക്ക് ലോകമടക്കി വാഴുന്ന രാജാവാകണ്ട, എനിക്ക് നബിയാകുന്നതിനോടൊപ്പം തന്നെ ഈ ചക്രവാളം മുഴുവനും കീഴടക്കുന്ന ഒരു ചക്രവർത്തിയായി എനിക്ക് മാറണ്ട, എനിക്ക് അബ്ദർ റസൂല, അള്ളാന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന കേവലം ഒരു ദാസനായാൽ മതി, ഒരു അടിമയായാൽ മതി. ആലോചിച്ച് നോക്കിയേ, അള്ളാന്റെ റസൂലിനും ഇഷ്ടം അബ്ദ്. നമ്മളാണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ? അൽഹംദുലില്ലാ, ഉള്ളതിന്റെ അടയാളമാണ് നോമ്പ് പിടിച്ചത്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, തിന്നാൻ പറഞ്ഞ സമയത്ത്, തിന്നാൻ കൊതിക്കുന്ന സമയത്ത് തിന്നാതെ ഉറക്കച്ചടവിൽ എഴുന്നേറ്റിരുന്ന് തിന്നുന്ന നമ്മൾ, അള്ളാഹുവെ നീയാണ് ഞങ്ങളുടെ റബ്ബ്, ഞങ്ങൾ ഒന്നുമല്ല, ഞങ്ങൾ അടിമയാണ് എന്ന് തെളിയിച്ചു കൊടുക്കാൻ. ഞാൻ മഹർ കൊടുത്ത ഭാര്യ, 10 പേര് അറിഞ്ഞ് കെട്ടിക്കൊണ്ടുവന്ന ഭാര്യ, എനിക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഭാര്യ, നീ പറഞ്ഞു ഇപ്പൊ ചെയ്യണ്ടാന്ന്, ഞാൻ ചെയ്യുന്നില്ല തമ്പുരാനെ. എത്രയും ഒരു അബുദിയത്ത് വെളിവാക്കപ്പെടുന്ന നോമ്പല്ലാതെ വേറെ എന്താ ഉള്ളത് സഹോദരങ്ങളെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു നിലയിൽ നമ്മളുടെ അബുദിയത്ത്, ഉബൂദിയത്ത്, അടിമയാണ് എന്ന് നമ്മൾ അങ്ങോട്ട് തെളിയിച്ചു കൊടുക്കാൻ അഷ്റഫുൽ ഖൽക്കിനും അള്ളാഹു ഇഷ്ടപ്പെട്ടത് അടിമ എന്ന വാക്കായിരുന്നു. ഇത് റസൂലുള്ളാഹിക്ക് മാത്രമല്ല, അങ്ങേ അറ്റം മുഹമ്മദ് മുസ്തഫ മുതൽ ഇങ്ങേ അറ്റം ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകളിൽ നിന്നും കേൾക്കാൻ അള്ളാഹു ഇഷ്ടം അബ്ദാണ്. അതുകൊണ്ടാണ് പാപങ്ങൾ ചെയ്ത് ഞാനും നിങ്ങളും പാപത്തിന്റെ കൂമ്പാരങ്ങളും പേറി അറബിക്കടലിന്റെ നുരയേക്കാൾ അധികം പാപം ചെയ്തിട്ട് കൊടും പാപികളായി നമ്മൾ മാറി. നമ്മൾ വലിയ പാപികളാണ്, വലിയ പാപികളാണ്. ആ പാപികളായി നമ്മൾ മാറി. നമ്മൾ പറയും, നമ്മൾ എന്ത് പാപം ചെയ്യുന്നു? ഒരു പാപം നമ്മൾ ചെയ്യുന്നില്ലല്ലോ. കള്ളു കുടിക്കുന്നില്ലല്ലോ, വ്യഭിചരിക്കുന്നില്ലല്ലോ, പലിശ വാങ്ങുന്നില്ലല്ലോ, ഒരു ഹറാമും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. പറ്റും പോലെയൊക്കെ ഇബാദത്ത് എടുക്കുന്നില്ലേ? എന്ത് തെറ്റാ നമ്മൾ ചെയ്യുന്നത്? പൊന്നു സഹോദരങ്ങളെ, നമ്മൾ തെറ്റ് ചെയ്യുന്നത് എന്താണ് എന്ന് ചിന്തിച്ചു നോക്കണം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയും. വെള്ളം ഇറങ്ങാത്തവർ, വെള്ളം കിട്ടാത്തവർ, ഒരു ഗ്ലാസ് വെള്ളം കിട്ടാത്ത ഫലസ്തീന്റെ മക്കൾ, ഞാൻ ഇന്നലെ തറാവീഹിന് ശേഷമുള്ള പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, നമുക്ക് അല്ലാഹു തന്ന സൗഭാഗ്യം എത്ര വലുതാ. നിങ്ങൾ നോക്ക്, തലസ്ഥാന നഗരിയിലെ ഏത് പള്ളിയിലെ വയറ് നിറച്ച് ഭക്ഷണമില്ലാത്തത്? കൊടുക്കാൻ ആളുകൾ നല്ല മനസ്സ് കാണിക്കുന്നു. എന്താ വേണ്ടത്? ഒരു പള്ളിക്കല്ല, ഈ കഞ്ഞിയും അതുപോലെ തന്നെ ഇഫ്താറുമായി ബന്ധപ്പെട്ട് പലരെയും വിളിക്കേണ്ടി വന്നപ്പോഴും പലരെയും കാണേണ്ടി വന്നപ്പോഴും പറയുന്നത് ഏറ്റവും കുറഞ്ഞ 5 പള്ളിയിൽ അവർ കൊടുക്കാൻ. പരിസരത്തുള്ള 5 പള്ളി
പള്ളികളിൽ കൊടുക്കാൻ. ആ 5 പള്ളികളിൽ അവർ കൊടുക്കുന്ന ഇഫ്താറിന്, കഞ്ഞിക്ക്, അത്താഴത്തിന്, ഇതൊക്കെ കൊടുക്കുമ്പോഴും ഏത് പള്ളിക്കാർ വന്ന് ചോദിച്ചാലും അവരവരാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സഹായിക്കുമ്പോ ഈ നിലയിൽ നമ്മൾ ഇഫ്താറിന് അങ്ങോട്ട് കൊടുക്കുകയാണ്, ആളുകൾക്ക്, പള്ളിക്ക് കൊടുക്കുകയാണ്. ആളുകൾക്ക് കുറവുണ്ടോ? ഏതെങ്കിലും പള്ളിയിൽ കഞ്ഞി ബാലൻസ് വരുന്നോ? കുടിക്കാൻ ആളുകൾ വരുന്നുണ്ട്, നോമ്പുകാര് വിശ്വാസികൾ പള്ളിയിൽ വരുന്നു, അതൊരു ബറക്കത്താണ്. അല്ലാതെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തത് കൊണ്ടൊന്നും അല്ല. പള്ളിയിൽ ഒരു ഭക്ഷണം ഉണ്ടെന്നറിഞ്ഞാൽ ഓടി വരുന്നത് അവരുടെ വീട്ടിൽ 1/2 കിലോ ഇറച്ചി വാങ്ങാൻ കഴിയാത്ത ഈ ലുബ്ധന്മാരാണെന്നോ അല്ലെങ്കിൽ പാപ്പരാണെന്നോ എന്നുള്ളത് കൊണ്ടല്ല. പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഒരൽപ്പം ഭക്ഷണത്തിന്റെ ബറക്കത്തും രുചിയും സ്വാദും അവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നത് കൊണ്ട് ബറക്കത്ത് തേടി വരുന്നതാണ്. ആ നിലയിൽ നമുക്കൊക്കെ സുഭിക്ഷമായ ഭക്ഷണം അല്ലാഹു തന്നല്ലോ. നിങ്ങൾ നോക്ക്, ഫലസ്തീനിലെ പാവപ്പെട്ട പൊന്നുമക്കൾ, സഹോദരങ്ങളെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് പൊട്ടി കരയാൻ പറ്റുന്നില്ല, ഒന്ന് പൊട്ടിത്തെറിച്ച് പ്രസംഗിക്കാൻ പറ്റുന്നില്ല. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥര് വീട്ടിൽ വന്നിട്ട് അടിയാധാരം മുഴുവനും എടുപ്പിട്ട് പരതുന്ന നിലയിൽ ലോകം മുഴുവനും രാക്ഷസ ഭീകരത, ഭരണകൂട ഭീകരത, മിണ്ടാൻ പറ്റുന്നില്ല. എന്നിട്ടും നാഴികയ്ക്ക് 40 വട്ടം വിവരം കെട്ട വിവരദോഷികൾ ചാനലുകളിൽ വന്നിരുന്നിട്ട് പറയുന്നു മുസ്ലിമീങ്ങളാണ് ക്രിമിനലുകളെന്ന്. എവിടെയാ മുസ്ലിമീങ്ങൾ ക്രിമിനലുകളായത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫലസ്തീനിലെ പാവപ്പെട്ട പൊന്നുമക്കൾ പൊട്ടിത്തെറിക്കാൻ. നോമ്പുകാരായ പൊന്നുമക്കൾ ചിറകിലേക്ക് ചേർത്തു വെക്കുന്ന തള്ളക്കോഴിയുടെ അതേ ഗൗരവത്തോടെ ഉമ്മമാര് തങ്ങളുടെ പൊന്നുമക്കളെ ചേർത്ത് തങ്ങളുടെ വയറ്റിലേക്ക് ചേർത്ത് വെക്കുമ്പോ ബോംബ് വർഷിച്ചിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മയും മക്കളും പൊട്ടിപ്പെറിച്ചു പോകുന്ന ഏറ്റവും ഗുരുതരമായ ഒരവസ്ഥ ഫലസ്തീനിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ജുമയ്ക്ക് മുമ്പ് പല ഉസ്താദുമാരുമായി ബന്ധപ്പെട്ടു. 5 വഖത്ത് നിസ്കാരത്തിലും ഖുനൂത്ത് ഓതേണ്ട സമയമാണിത്. ഇനി എന്നാ നമ്മൾ ഓതുക? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ ഖുനൂത്ത് ഓതുക? നാസിലത്തിന്റെ ഖുനൂത്ത് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിൽ എമ്പാടുമുണ്ട്. സഹോദരങ്ങളെ, 5 നേരത്തെ നമസ്കാരത്തിൽ സുബഹിക്ക് മാത്രമല്ല 5 നേരത്തെ നമസ്കാരങ്ങളിൽ ഖുനൂത്ത് ഓതിയിട്ട് ഈ ഫലസ്തീൻ മക്കളെ ചുട്ടരിക്കുന്ന കശ്മലന്മാരായ, അവിടുത്തെ ക്രൂരന്മാരായ, രാക്ഷസന്മാരായ വെള്ളക്കാരെ അള്ളാഹു തീമഴ പെയ്യിപ്പിച്ചിട്ട് കഠിനമായ പരീക്ഷണം കൊടുത്തിട്ട് അള്ളാഹു താല ഈ ദുനിയാവിൽ തന്നെ എന്നേക്കുമായി നശിപ്പിക്കുന്നതിന് വേണ്ടി ദുആരക്കേണ്ട സമയം, അവസാന നിമിഷമാണ്. ഈ റമളാൻ മാസത്തിൽ പോലും ദയയില്ലാതെ ദാഹിച്ച് രക്തം കുടിച്ചിട്ടും ദാഹം തീരാത്ത ഒരുപാട് ആളുകൾ, പ്രിയപ്പെട്ടവരെ, സങ്കടം തോന്നിപ്പോവുക. അവരെയൊക്കെ അപേക്ഷ നോക്കുമ്പോ അള്ളാഹു നമുക്ക് എത്ര സൗഭാഗ്യം തന്നു. അതുകൊണ്ടാണ് വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയത് അതോട് തീർന്നു എന്നാണ്. തീർന്നില്ല സഹോദരങ്ങളെ. അള്ളാഹുവേ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ നീ എനിക്ക് ഭാഗ്യം തന്നല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ. രണ്ടാമത് അൽഹംദുലില്ലാ. ഇനി രണ്ടാമത് ചൊല്ലി അൽഹംദുലില്ലയ്ക്ക് മൂന്നാമത് അൽഹംദു പറയണം. കാരണം എന്താ? അല്ലാഹുവേ, വെള്ളം കിട്ടാത്ത നാടുകൾ, വെള്ളമിറങ്ങാത്ത രോഗികൾ, വെള്ളത്തിന്റെ ഘടന മാറിയിട്ട് കനം കൂടിപ്പോയതിന്റെ പേരിൽ വെള്ളം ഉപയോഗശൂന്യമായി പോയ ആ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഞങ്ങളെ കാപ്പ് സംരക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല വെള്ളം കിട്ടി. ആ വെള്ളം കുടിച്ചിട്ട് നിന്നെ മറക്കാതെ ഒരു അൽഹംദുലില്ല പറയാൻ നീ ഞങ്ങളെ തെരഞ്ഞെടുത്തല്ലോ എന്ന ഓർമ്മയിൽ തിരിച്ചൊരു അൽഹംദുലില്ല വീണ്ടും പറയാൻ ഞങ്ങളെ നീ തെരഞ്ഞെടുത്തല്ലോ. അൽഹംദുലില്ല. മൂന്നാമത്തതിന് നാലാമത് അൽഹംദ്, നാലാമത്തതിന് അഞ്ചാമത്തെ അൽഹംദ്, 5-ന് 6. അങ്ങനെ ഒരു ഗ്ലാസ് പച്ചവെള്ളം നോർമൽ ഈ തറാവീഹിന്റെ ഇടയ്ക്ക് കുടിക്കുന്ന മിനറൽ വാട്ടറിന്റെ ഒരു 30-300 മില്ലി വെള്ളത്തിന്, ആ 300 മില്ലി വെള്ളത്തിന് നമ്മൾ 1 കോടി അൽഹംദ് പറഞ്ഞാൽ നമ്മൾ കടക്കാരാണ്. അതുകൊണ്ടാണ് ദുആരക്കുമ്പോ പറയുന്നത് അൽഹംദുലില്ലാ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ, എത്ര ഹംദ് പറഞ്ഞാൽ ഞാൻ വീണ്ടും കടക്കാരനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാപികളല്ലേ? ആലോചിച്ചു നോക്കൂ. ആ പാപികളായ മനുഷ്യനെ അള്ളാഹു വിളിച്ച വിളി ഏതെന്നറിയോ? എന്റെ റസൂലിനെ ഖുർആൻ കൊടുത്തു വിളിച്ച വിളി പോലെ, നമ്മുടെ നായകന് ഇസ്രാ കൊടുത്തു വിളിച്ച വിളി പോലെ അള്ളാഹു വിളിച്ചു. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം യാ ഇബാദി, എന്റെ ദാസന്മാരെ. ആരെ വിളിക്കുന്നു? വിചാരികളെ. ആരെ വിളിക്കുന്നു? മദ്യപാനികളെ, MDMA ഉപയോഗിച്ചവനെ, കഞ്ചാവ് ഉപയോഗിച്ചവനെ ഒക്കെ അള്ള വിളിക്കുന്നു. യാ ഇബാദി, എന്റെ ദാസന്മാരെ, എന്റെ ദാസന്മാരെ. അള്ളാഹു വിളിച്ച വിളിയാണ്. അങ്ങേയറ്റം അഷ്റഫുൽ ഖൽഖ് മുതൽ ഇങ്ങേയറ്റം പാപികൾ വരെ എല്ലാവരെയും അള്ളാഹു വിളിക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും
ഒരു ഹദിയ നമ്മൾ വെള്ളിയാഴ്ചകളിൽ ഒരു കളക്ഷനും വേറെ ഒന്നും പറയിപ്പിച്ചില്ലല്ലോ. നല്ലൊരു സംഭാവന ഇടി. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിയത്ത് വെച്ചോളി, ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് ഫലസ്തീൻ മക്കൾക്ക് സമാധാനം കൊടുക്കട്ടെ. അള്ളാഹു ജൂത പിശാചുക്കളെ നശിപ്പിക്കട്ടെ. നിയത്താക്കിയിടിയ സഹോദരങ്ങളെ, നമുക്കൊരു 100, 50, 500, 1000, 2000 രൂപയല്ല, പാവപ്പെട്ട പൊന്നുമക്കൾക്ക് സമാധാനം കിട്ടട്ടെ. സദഖയാണ് ഒരു മനുഷ്യന്റെ ഖലാഇനെ മാറ്റിമറിക്കാൻ അള്ളാഹുവിന് കഴിയും, അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിയത്ത് വെച്ചോളി. തൽക്കാലം നമ്മുടെ നമുക്കൊന്നും ഒരു കുറവുമില്ല സഹോദരങ്ങളെ. എന്തിന്റെ കുറവാ? ഇപ്പൊ മഗ്‌രിബായ ഇഷ്ടം പോലെ ഭക്ഷണം വരും, പിന്നെ രാത്രി ഭക്ഷണം ഒരു കുറവുമില്ല. രുചി പോരാന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? വിശപ്പില്ലാത്തോണ്ടാ. ഭാര്യയോട് രുചി പോരടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? വിശപ്പില്ലാത്തോണ്ടാ. വിശപ്പുണ്ടെങ്കിൽ വാഴത്തട വെട്ടിയെങ്കിലും തിന്നെ നമ്മൾ വിശപ്പടക്കും. ഹൗലിൽ നിന്ന് വെള്ളം കോരി കുടിച്ചെങ്കിലും നമ്മൾ വിശപ്പടക്കും. വിശപ്പ് വന്ന അവളെ രുചിയൊന്നും നോക്കാൻ നിൽക്കൂല. ബെഡ് സുഖമില്ല, തലയണ പോരാന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഉറക്കം വരാത്തോണ്ടാ. ജുമയ്ക്ക് വന്നിരുന്ന് ഉറങ്ങുന്നവര് മോദി സാഹിബിനടുത്ത് പിന്നെ തലയണ ഒഴിക്കുമോ? ഇല്ലല്ലോ. ഉറക്കം വരും, അങ്ങ് ഉറങ്ങും. അപ്പൊ ഉറക്കം വന്നാൽ നമ്മൾ എവിടെയാണെങ്കിലും ഉറങ്ങും. വിശപ്പ് വന്നാൽ എന്തും തിന്നും. വിശപ്പില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആഹാരം പോരാ, ഉറക്കം വരാത്തത് കൊണ്ടാ ബെഡ് പോരാന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ, അൽഹംദുലില്ലാ, ഒരു കുറവുമില്ല. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിയത്താക്കിയ ഒരു സംഭാവന ഇടി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം വളരെ പരിമിതമാണ് നമുക്ക്, എന്നാലും കുഴപ്പമില്ല. അൽഹംദുലില്ലാ, നമ്മുടെ ജുമുഅ ഒരു കൃത്യസമയത്ത് നിർത്തുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഉബൂദിയത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ നോമ്പ്. ആ ഉബൂദിയത്തിന്റെ നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിക്കൊണ്ട് റുബൂബിയത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാകുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖുർആനിനെ അല്ലാഹു അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വിശുദ്ധ ഹദീസിൽ കാണാം, 2 സാക്ഷികൾ നാളെ പരലോകത്ത് വരും. ഒന്ന് ഉബൂദിയത്തിന്റെ ദൃഷ്ടാന്തമായ നോമ്പും, 2 റുബൂബിയത്തിന്റെ ദൃഷ്ടാന്തമായ ഖുർആൻ നാളെ പരലോകത്ത് വരും. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നിട്ട് നോമ്പ് പറയും, പടച്ചോനെ അവനെ വെറുതെ വിട്ടേക്ക്, കാരണം ഞാൻ ചെന്നപ്പോൾ അവന്റെ രാത്രികളെ ഉറക്കമുളച്ച് പകലുകൾ പട്ടിണി കിടന്ന് എന്നെ സ്വീകരിച്ചവനാണെന്ന് നോമ്പ് പറയും. ഉബൂദിയത്തിന്റെ ദൃഷ്ടാന്തം പറയും. റുബൂബിയത്തിന്റെ ദൃഷ്ടാന്തം അല്ലാഹുവിനോട് പറയും, ഖുർആൻ പറയും, പടച്ചോനെ അവനെ വെറുതെ വിട്ടേക്ക്, ഞാൻ ചെന്നപ്പോൾ എന്നെ എടുത്തവൻ പെരുമാറി, പാരായണം ചെയ്തു, കാണാതെ പഠിച്ചു, അവന്റെ മക്കളെ കൊണ്ട് കാണാതെ പഠിപ്പിച്ചു, അവൻ വിഷമം വരുമ്പോ ഓതി, അവൻ സന്തോഷം വരുമ്പോ ഓതി, ഇതൊക്കെ എന്നെ പരിഗണിച്ചവനാണെന്ന് 2 കാര്യങ്ങൾ ശഫാഅത്ത് ചെയ്യും. അസ്സൗമു വൽ ഖുർആൻ. ഒന്ന് ഉബൂദിയത്തിന്റെ ദൃഷ്ടാന്തം സൗമും, 2 റുബൂബിയത്തിന്റെ ദൃഷ്ടാന്തമാകുന്ന ഖുർആനുമാണ്. റുബൂബിയത്തിന്റെ ദൃഷ്ടാന്തമായ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് റമളാനിൽ ഉബൂദിയത്തിന്റെ ദൃഷ്ടാന്തമായ നോമ്പ് നമ്മൾ ഇന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ നമ്മൾ നോമ്പ് പിടിച്ചു. 20 പൂർത്തിയാകാൻ പോകുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളിലും സജീവമായി നിങ്ങൾ പങ്കാളികളാകണം.